ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം മറ്റുള്ള ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ആളുകളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ പറയുന്നതിനേക്കാളും കൂടുതൽ എന്തായിരിക്കും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എനർജിയാണ് അവരെ അട്രാക്റ്റ് ചെയ്യുന്നത്, നിങ്ങളോട് എന്ത് തരം താല്പര്യമാണ് അവർക്ക് തോന്നുന്നത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡീപ്പ് ഇൻസൈഡ് എന്താണ് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളെ ആ ആളുകൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹൗ അതേഴ്സ് സീ യു എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. സോ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓഡിയൻസിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കളക്റ്റീവ് എനർജി ടാപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു റീഡിംഗ് ചെയ്യുക. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ഓൺലി പോസിറ്റീവ് ഔട്ട്കംസ് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അത് മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ വരും റീഡിങ്ങുകൾ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് എനിക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ മോസ്റ്റ് അട്രാക്റ്റീവ് ക്വാളിറ്റീസ് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. അതുപോലെ അവർക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്, നിങ്ങളെ പ്രസൻസ്, നിങ്ങളുടെ ഒരു നിങ്ങളെ അടുത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുന്നത്. സോ എന്തെങ്കിലും കാര്യങ്ങൾ അവർ സീക്രട്ട്ലി അഡ്മയർ ചെയ്യുന്നുണ്ടോ നിങ്ങളെക്കുറിച്ച്, അതൊക്കെയുള്ളതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് നോക്കുന്നത്. സോ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്, എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളോടെന്ന് നമുക്ക് ടാരോയോട് ചോദിച്ച് നോക്കാം. ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ ഇവരെ കാണുന്നത്, അവരുടെ മനസ്സിൽ ആലോചിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ എങ്ങനെയാണ് ഇവരെ കാണുന്നത്, എന്താണ് ഫസ്റ്റ് ഇംപ്രഷനിൽ ആളുകൾ ഇവരിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷനിൽ എങ്ങനെയാണ് ആളുകൾ ഇവരെ ശ്രദ്ധിക്കുന്നത്, എങ്ങനെയാണ് ഇവരുടെ ക്യാരക്ടർ ആളുകളിലേക്ക് എത്തുന്നത്, ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എങ്ങനെയാണ് ഇവരുടെ ക്യാരക്ടർ ആളുകളിലേക്ക് എത്തുന്നത്. കാർഡ് നമ്പർ 1. മറ്റുള്ള ആളുകളുടെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് നിങ്ങളിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ്? മറ്റുള്ള ആളുകളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? മേ ബി അത് നിങ്ങൾ അറിയുന്ന ഒരു കാര്യമായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളത് വലിയ വാല്യൂ കൊടുക്കുന്നൊരു കാര്യമായിരിക്കില്ല. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ്? എന്താണ് നിങ്ങളിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ക്വാളിറ്റി? ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റി. കാർഡ് നമ്പർ 2. നിങ്ങളുടെ പ്രസൻസ് ഉള്ള സമയത്ത് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നിങ്ങളുടെ പ്രസൻസിൽ തോന്നുന്നത് എന്താണ്, അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. സോ നിങ്ങളുടെ പ്രസൻസിൽ മറ്റുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളിലുള്ള ചില കാര്യങ്ങൾ ആളുകൾ സീക്രട്ടായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താണത്? മേ ബി അവർ നിങ്ങളോടത് പറയുന്നുണ്ടാവില്ല. നിങ്ങളുള്ള ചില ക്വാളിറ്റി ആയിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വഭാവമായിരിക്കാം. സീക്രട്ട്ലി ആളുകൾ എന്തെങ്കിലും കാര്യം നിങ്ങളിൽ അഡ്മയർ ചെയ്യുന്നുണ്ടോ നോക്കാം. മറ്റുള്ള ആളുകളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റുക, മറ്റ് ആളുകളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റുക നോക്കാം. സോ അത് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ വളരെ ചെറിയൊരു സ്പ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. സോ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. മറ്റുള്ള ആളുകളുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ക്വാളിറ്റി നോക്കാം. 2 ഓഫ് വോൺസ് ആണ്. നിങ്ങൾ കൂടെയുള്ള സമയത്ത് അവർക്ക് ഫീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നോക്കാം. എംപറർ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആളുകൾ നിങ്ങൾ സീക്രട്ടായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് നോക്കാം. സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ്. ഓക്കെ, എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ ഉണ്ടാക്കാൻ സാധിക്കുക, അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോഴാണ് കേട്ടോ. സോ 3 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. സോ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, ആക്ച്വലി നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു ഈസി ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതായത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ആളുകൾക്ക് അത് അറിയുകയും ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തികൾ
നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതായത് വീണ്ടും വീണ്ടും ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. അത്ര പെട്ടെന്നൊന്നും ഗീവ് അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളെന്ന് മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു. ഇനിയും ഒരു ഫൈറ്റിന് റെഡി ആയിട്ട് നിൽക്കുന്നു. ജീവിതം എന്തൊക്കെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തരുന്നത് അതൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ തരണം ചെയ്ത് ഇനിയും ജീവിതത്തിനെ നേരിടാൻ തന്നെ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. സോ ആ ഒരു കാര്യമാണ് നിങ്ങളുടെ ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ നിങ്ങൾ എല്ലാവരെയും പെട്ടെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമല്ല. പക്ഷേ നിങ്ങൾ ഒരാളെ വിശ്വസിച്ചാൽ അത് പരിപൂർണമായിട്ടും വിശ്വാസമായിരിക്കും. ഓക്കെ, എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഓറയല്ല നിങ്ങളുടേത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. സോ നിങ്ങളുടെ ഓറ എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു സ്ട്രെങ്ത് തന്നെയാണ്. അതായത് വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ, ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങളുടെ ഓറ. ആളുകൾക്ക് നിങ്ങൾ വളരെ ഇമോഷണലി ഗാർഡഡ് ആയിട്ടൊരു ആളാണെന്ന് തോന്നാം. അതായത് അത്ര പെട്ടെന്ന് കാര്യങ്ങളൊന്നും തുറന്നു പറയാത്ത, ഓപ്പൺ ആവാത്തൊരു വ്യക്തിയാണെന്ന് തോന്നാം. പക്ഷെ അതും അവർ അഡ്മയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എല്ലാവർക്കും പറ്റുന്ന ഒരു ക്വാളിറ്റി അല്ലത്. ഭൂരിഭാഗം ആളുകളും ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയാൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആകുന്ന ആളുകളാണ്. പക്ഷെ നിങ്ങളുടെ ഇത്രയും കാലത്തെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വന്നത്. നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ആളുകളോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആവുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളെ വളരെയധികം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് ലൈഫിനോട് ഫൈറ്റ് ചെയ്ത് നേരിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. എന്തൊക്കെ ലൈഫിലേക്ക് വന്നാലും ഞാൻ പിടിച്ച് നിൽക്കും എന്നുള്ളൊരു വിൽ പവറോടുകൂടി ജീവിക്കും. കാരണം നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ഓക്കെ, സോ ഇങ്ങനെ തന്നെയാണ് ആൾക്കാർ നിങ്ങളെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു ലൈഫ് ജേണി ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട്. സോ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്, പെട്ടെന്ന് നിങ്ങളൊരു പുതിയ ആളുടെ ലൈഫിലേക്ക് ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളെ പെട്ടെന്ന് അവർക്കൊരു അഡാപ്റ്റബിൾ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടായിരിക്കും തോന്നുക. ഓക്കെ, ഇത് കുഴപ്പമില്ലാത്ത ഒരാളാണ്, ഇയാളോട് പെട്ടെന്ന് നമുക്ക് അടുക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി ആയിരിക്കും ഉള്ളത്. നിങ്ങൾ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് ലൈഫിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ടും ഇതൊക്കെ വളരെ ഈസി ഗോയിങ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടായിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ലൈഫിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ പോലും നിങ്ങളത് വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ഇംപ്രഷൻ തോന്നുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കുറേ സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ഈവൻ നിങ്ങളുടെ കറണ്ട് ലൈഫ് നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ വളരെ നന്നായിട്ട് ജീവിതം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. കുറേ ഓർഗനൈസേഷൻ സ്കിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട്. സോ ആ ഒരു കാര്യം ഒരുപാട് ആളുകൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കാരണമാവുന്നൊരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ലൈഫിലെ പല കാര്യങ്ങൾ, പല റോളുകൾ, പല പല ഉത്തരവാദിത്തങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ലൈഫിൽ. സോ ഇതാണ് നിങ്ങൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. സോ ടോട്ടലി പറയുകയാണെങ്കിൽ വളരെ ക്യാപ്പബിൾ ആയിട്ടുള്ള, കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന, എന്നാൽ കുറച്ച് സോഷ്യലി സ്മൂത്ത് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങളെ ആളുകൾ കാണുന്നുണ്ട്. ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ അങ്ങനെയാണ് മനസ്സിലാക്കുക. ആളുകൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നൊരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ, സോ ഈ ഒരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡാണ്. ആളുകൾ നിങ്ങളുടെ ചിന്തകളിലേക്ക് ആളുകൾക്കൊരു താല്പര്യം തോന്നുന്നുണ്ട്. അതായത് നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ട് നിങ്ങൾക്ക് എത്രയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പോയി നിൽക്കേണ്ട ഒരു പോയിന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് ആളുകളെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും. അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ അംബീഷനുണ്ട്, നിങ്ങൾക്കൊരു ഡയറക്ഷനുണ്ട്, നിങ്ങൾക്ക് പോകേണ്ട വഴി അറിയാം. ഒരാൾ വന്ന് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, ഇതല്ല ഞാൻ ചൂസ് ചെയ്യണം, നിങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ അറിയായിരിക്കും. സോ ഈ ഒരു കാര്യമൊക്കെ വളരെയധികം ആൾക്കാർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ നോക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ പല ആളുകൾക്കും ഈ ഒരു കാര്യം ലൈഫിൽ ഉണ്ടാവില്ല. അത് വളരെയധികം അട്രാക്റ്റീവായിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സ്റ്റക്കായിട്ടിരിക്കേണ്ട വരത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയായാലും മുന്നോട്ടുള്ള അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പെങ്കിലും എടുത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ,
അതായത് ലൈഫിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ അറിയുന്ന ഒരാളായിട്ട്, അപ്പോൾ ആ അറിയുന്ന വഴിയിലൂടെ നടക്കാൻ തയ്യാറായിട്ടുള്ള ഒരു റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ആളുകൾ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടൊരു ക്യാരക്ടർ കാണുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ കുറേ ആലോചിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്ലാനുകളും ഡ്രീമും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. ഐ മീൻ, നിങ്ങൾ വെറുതെ ഇങ്ങനെ ജീവിച്ച് തീർക്കുമല്ല, നിങ്ങളുടെ ലൈഫിലൊരു പർപ്പസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ നേടാനുള്ള ഒരു ത്വരയുണ്ട്, അതിനേക്കുള്ള ഒരു റൂട്ടിലേക്ക് നിങ്ങൾ യാത്രയുണ്ട്. സോ അതൊക്കെയാണ് ആളുകൾക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫിസിക്കൽ എനർജി അട്രാക്ഷൻ ഒന്നുമല്ല, മാനസികമായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആൾക്കാർക്ക് ക്ലിക്കാവും. ഓ, ഇങ്ങനെയൊക്കെ ലൈഫിൽ ചിന്തിക്കണം അല്ലേ എന്നൊക്കെ നിങ്ങളിൽ നിന്നും ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. സോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ പ്രസൻസിൽ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ എംപറർ എന്ന് പറഞ്ഞ കാർഡാണ്. വളരെ സ്ട്രോങ് ആയിട്ടൊരു എനർജിയാണ്. അതായത് നിങ്ങൾ കൂടെയുള്ളപ്പോൾ ആളുകൾക്ക് വളരെ സേഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, വളരെ സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഓക്കെ, അവരെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും, അപ്പോൾ നമുക്കൊരു സമാധാനമായിട്ടിരിക്കാം. അങ്ങനെയുള്ളൊരു ഗാർഡഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രൊട്ടക്റ്റഡ് ആ ഒരു ഫീലിംഗ് ആയിരിക്കും ആൾക്കാർക്ക്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഒരു നിങ്ങൾ ട്രിപ്പിന് പോകാമെന്ന് വിചാരിക്കും, ഒരു യാത്ര, അതിനെക്കുറിച്ച് എല്ലാം അറിയുന്ന ഒരാൾ കൂടെയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുക, നമ്മൾ ഗൈഡഡ് ആണ്, നമുക്ക് കൃത്യമായിട്ട് റൂട്ടിൽ കൂടെ പോകാൻ പറ്റും. ആ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങളുടെ പ്രസൻസിൽ ആൾക്കാർക്ക് തോന്നുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ നാച്ചുറലി ഉള്ളൊരു ഫീലിംഗ് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും, അതുപോലെ മെച്യൂരിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, ഒരു അതോറിറ്റി ആ ഒരു നേച്ചറുള്ള ആൾക്കാരായിരിക്കും. സോ ആളുകൾക്ക് നിങ്ങളുടെ പ്രസൻസ് വളരെ സേഫ് ആയിട്ട് തോന്നും. നിങ്ങളുടെ കൂട്ടത്തിലൊരു സ്ഥലത്ത് വരാനും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാനും ഒക്കെ നിങ്ങൾ മുന്നിലുണ്ടാവും എന്നുള്ളൊരു ധൈര്യം ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു വ്യക്തി നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. സോ എനിക്കറിയാം ആ വ്യക്തി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കുമെന്ന് മറ്റുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളുടെ പ്രസൻസിൽ. റൈറ്റ്, സോ നിങ്ങൾക്ക് അത്രയും ഒരു ഹൈ എനർജി കാർഡാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ തേർഡ് കാർഡ് അതുപോലെ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയത് 9 ഓഫ് വോൺസ് ആയിരുന്നു. ഈ രണ്ട് കാർഡുകളും പറയുന്നത് നിങ്ങൾ അത്ര ഓപ്പൺ അപ്പ് ആവാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങൾ ആളുകളെ ഗൈഡ് ചെയ്യുമായിരിക്കും, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എല്ലാം ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺ അപ്പ് ആവാൻ അത്ര റെഡി ആയിട്ടുള്ള ആളായിരിക്കത്തില്ല. ഓക്കെ, ഏതായാലും വളരെ പവർഫുൾ ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ആളുകൾ കാണുക. ഓക്കെ, സോ നിങ്ങൾ വളരെ സീക്രട്ട് ആയിട്ട് അവരെ അഡ്മയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട് ലൈഫിനെ കുറിച്ച്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഇതുവരെ നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും, നല്ലൊരു ലൈഫ് ഇനിയും മുന്നിലുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഒരു ഹോപ്പ്ഫുൾ എനർജിയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. അതുപോലെ നിങ്ങൾക്ക് കൈൻഡ്നെസ് ഉണ്ട് മനസ്സിന്, അതിലൊരു പ്യുവർ സോളാണ് നിങ്ങൾക്ക് വളരെയധികം ആളുകളോട് കരുണയുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾ വെറും കള്ളത്തരം ചേർത്തല്ല ബന്ധങ്ങളെ നിലനിർത്തുക. വെറുതെ ഒരാളെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവരെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരാളല്ല നിങ്ങളെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്രസൻസ് ഉണ്ട്, ഹീലിംഗ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ പ്രസൻസിൽ ആളുകൾക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റും. നിങ്ങളോടൊരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹീലിംഗ് കിട്ടും. ഓക്കെ, സോ ആ ഒരു കാര്യം അത് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട്, അത് വളരെ സീക്രട്ടായിട്ട് നിങ്ങളിൽ അഡ്മയർ ചെയ്യുന്ന കാര്യമാണ്. മേ ബി നിങ്ങൾ പോലും അത് റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അവരുടെ ഒരു ഡാർക്ക് സിറ്റുവേഷനിൽ, ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ലൈറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വെളിച്ചമായിട്ട് മുന്നിൽ നടക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട്. അതൊരു ഹീലിംഗ് എനർജി തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരാൾ വന്നിട്ട് അവരുടെ ഒരു പ്രശ്നം പറയുമ്പം എല്ലാ വഴി അടഞ്ഞു എന്ന് തോന്നുന്നിടത്തുനിന്ന് അവർക്കൊരു വഴി പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. കാരണം നിങ്ങളുടെ ലൈഫിൽ വളരെ ഹോപ്പ്ഫുള്ളാണ്, നിങ്ങൾ കുറേ കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, വളരെ ഹോപ്പ്ഫുള്ളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഇമോഷണലായിട്ട് അല്ലെങ്കിൽ വളരെ സ്പിരിച്വലി നിങ്ങൾ വളരെയധികം ആഴപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. നല്ല സ്പിരിച്വൽ കാര്യങ്ങളെക്കുറിച്ച് അറിവും അതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മനോഭാവം ഒക്കെയുള്ള ആൾക്കാരാണ് നിങ്ങൾ. സോ അതും ആളുകൾ വളരെയധികം സീക്രട്ടായിട്ട് നിങ്ങളിൽ അഡ്മയർ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ ശാന്തമായിട്ട് ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കും. എത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നാൽ പോലും നിങ്ങൾക്ക് വളരെ അവരെ സമാധാനിപ്പിച്ച് വിടാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. സോ ഇത് നിങ്ങളുടെ ഹീലിംഗ് നേച്ചർ തന്നെ ആൾക്കാർക്ക് ഒരുപാട് അഡ്മയർ ആവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് മറ്റുള്ള ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ആ ഒരു കാര്യം എല്ലാ ആളുകൾക്കും വളരെയധികം നിങ്ങളോട് താല്പര്യം തോന്നുന്നതിൻ്റെ ഒരു റീസൺ ആണ്. ഓക്കെ, എന്താണ് ആളുകളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നോക്കിയപ്പോൾ 3 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്.
ഇപ്പോൾ ഈ സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം ഒരാൾ നിങ്ങളുടെ അടുത്തൊരു ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പ്രതീക്ഷ കൊടുത്തു വിടാൻ പറ്റും അല്ലേ, ഒരു ഹോപ്പ് കൊടുത്തു വിടാൻ പറ്റും. അതിൻ്റെ ബാക്കിയാണ് ഈ കാർഡ്. അതായത് അവർക്ക് സന്തോഷം കൊടുത്തു വിടാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഒരു പ്രശ്നം വരുമ്പോൾ അവർ നിങ്ങളെ തന്നെ ആയിരിക്കും ആലോചിക്കുക. ഓക്കെ, ആ ഒരു റീസൺ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഈ ബന്ധങ്ങൾ നിലനിർത്തുന്ന കാര്യത്തിൽ ആ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിന് വളരെ ഭാരം കുറഞ്ഞായിട്ട് ഫീൽ ചെയ്യാറും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറൊക്കെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ നിങ്ങളുമായിട്ട് നല്ല കണക്റ്റഡ് ആവാനായിട്ടും അവർക്ക് പറ്റാറുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങളുമായിട്ട് ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും എല്ലാം നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനും പറ്റാറുണ്ട്. പക്ഷെ നിങ്ങളാണ് ആളുകളോട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ തുറന്നു പറയാത്തത്. ഓക്കെ, അതുപോലെ ആളുകളെ ഒരുമിച്ച് നിർത്താനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, അവരെ ഒരുമിച്ച് നിർത്തി ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി നിങ്ങൾക്കുണ്ട്. അതുപോലെ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ഒരു എവിടെയെങ്കിലും നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ പാടിയൊരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തൊരു പരിപാടിയായിരിക്കാം, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാൾക്കാരായിരിക്കും നിങ്ങൾ. ആ ഒരു രീതിയിലൊക്കെ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഒരു യാത്രയാണെങ്കിൽ അവരോട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുന്ന ആളുകളില്ലേ, ആ ഒരു ടൈപ്പ് വ്യക്തിത്വമായിരിക്കും നിങ്ങൾ. സോ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലില്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ആളുകൾ മിസ് ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു എനർജി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരുന്നു അല്ലേ, അവരുടെ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്യാമായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിരിക്കും. സോ നിങ്ങൾക്ക് ആളുകൾക്കിടയിൽ ഒരു ഹാപ്പി എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഇമോഷണൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ നമ്മുടെ ഒരു ഫൈനൽ ടോട്ടൽ ഒരു റീഡിങ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും നിങ്ങളെ കാണുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ള ആൾക്കാർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, ആ ആളുകൾ നിങ്ങളെ കാണുന്ന ഈ ഒരു രീതിയിലാണ്. ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള കുറേ കഴിവുകളാണ് ഇവിടെ നമുക്ക് ഈ കാഴ്ചയുടെ റിവീലായിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു വന്ന് സ്റ്റിൽ ഇപ്പോഴും എന്തും നേരിടാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും നിങ്ങൾ തോറ്റു കൊടുക്കാൻ റെഡിയല്ല. നിങ്ങൾ ഹോപ്പ്ഫുൾ ആയിട്ട് ലൈഫിൽ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല, നിങ്ങൾ ആ ഹോപ്പ്, നിങ്ങളുടെ ആ പ്രതീക്ഷ നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കാൻ റെഡിയാണെന്നുള്ളതാണ്. നിങ്ങളിൽ ആൾക്കാർക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അവരെ ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആണ്. അതൊരു ഹൈ എനർജിയാണ് കേട്ടോ. സോ ഇതൊരിക്കലും നിങ്ങൾ ലോസ് ചെയ്യാതിരിക്കുക. ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിൽ കൊണ്ടുവരും. ബിക്കോസ് ഓൾ തിങ്സ് ആർ റിലേറ്റഡ് ടു കർമ്മ, റൈറ്റ്? അപ്പോൾ നിങ്ങളുടെ കർമ്മ ആണിതൊക്കെ. സോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഹീൽ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുത്തുകൊണ്ടായിരിക്കും. ഓക്കെ, സോ നിങ്ങളെ ഈ ഒരു ടൈപ്പ് ആയിട്ടുള്ള ആളായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസൊണേറ്റ് ആയോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. എനിവേ, താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം.